അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇത് ഞാൻ എൻ്റെ ഫ്ലാറ്റൊക്കെ ഒന്ന് മാറുവാണ്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാനി ചേട്ടന്മാർ കുറേ കാർട്ടൺസൊക്കെ ആയിട്ട് വന്ന് പറയുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരുന്നുണ്ട്. ഞങ്ങളുടെ പഴയ നാത്തൂരാണ് ഹസംബായി. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ ഫ്ലാറ്റിലോട്ട് പോവുകയാണ്. ഇതാണ് എൻ്റെ ഫ്ലാറ്റിൻ്റെ കോറിഡോർ ഏരിയ. കോറിഡോർ ഒരു 4 കെട്ടിൻ്റെ എഫക്റ്റാണ്. അവിടെ നിന്ന് താഴോട്ടൊക്കെ കുറച്ച് പേടിയാവും കേട്ടോ. എൻ്റെ നെയ്ബേഴ്സ് കോറിഡോറിൽ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് അവിടെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം. വെൽക്കം. ഒരു വീട്ടിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന നല്ല വെട്ടമല്ലേ? ഡോറ് തുറന്നപ്പോൾ തന്നെ നല്ല പ്രകാശമുണ്ട്. എൻ്റെ ഒരാഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇനി നമ്മുടെ മെയിൻ ഏരിയ കിച്ചണിലോട്ട് പോവാം. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കിച്ചൺ കബോർഡ്സ് ഒക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഹാളിനോട് ചേർന്ന് ബാൽക്കണിയിലോട്ട് നമുക്ക് പോകാം. ഇവിടെ നിന്ന് നോക്കിയാൽ റോളയുടെ നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നൈറ്റിൽ കുറച്ചുകൂടെ ഭംഗിയാണ്. പിന്നെ എൻ്റെ പഴയ ഫ്ലാറ്റും കാണാം. നമ്മുടെ ഫ്ലാറ്റിൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഇത് കോമൺ വാഷ്റൂമാണ്. നല്ല വൈറ്റ് വാഷ്റൂമാണ്. ഇതൊരു കോർണർ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമ്മൾ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ്. അവിടെ ഇൻബിൽഡ് വാർഡ്രോബ് ഉണ്ട്, അറ്റാച്ച് വാഷ്റൂം ഉണ്ട്, പിന്നെ നമുക്ക് ഒരു ബാൽക്കണിയും ഉണ്ട്. അപ്പോൾ വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. പക്ഷേ വീട് അപ്പടി അലമ്പായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. അവർ 5 സ്റ്റാഫിനെ അയച്ചു തന്നു. അവർ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. AC വെൻ്റൊക്കെ ഊരിക്കഴുകി, അതുപോലെ തന്നെ ഗ്ലാസ്സൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. ഫ്ലോർ ആയാലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവരെ റെക്കമെൻഡ് ചെയ്യും. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി എനിക്ക് വേണ്ടത് നല്ല ഫ്ലോറിംഗ് ആയിരുന്നു. 2 റൂമിലും കിടന്നത് പഴകിയ കാർപ്പറ്റും, പിന്നെ എനിക്ക് അലർജിയുടെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കാർപ്പറ്റ് വേണ്ട എന്നുള്ള ഡിസിഷനായിരുന്നു. അങ്ങനെ ഞാൻ SPC ഫ്ലോറിങ് കാർപ്പറ്റ്സ് ചൂസ് ചെയ്തു. അതിൻ്റെ ഞാൻ വിളിച്ച ടീമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അവർ നല്ല ഭംഗിയായിട്ട് ഫ്ലോറിങ് ചെയ്തു. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിൽ. ഫ്ലോറിങ്ങിൻ്റെ റേറ്റ് നമ്മുടെ റൂമിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചും നമ്മൾ ചൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അനുസരിച്ചും ഇരിക്കും. അപ്പം നമ്മുടെ ഫ്ലോറിങ് തീർന്നിരിക്കുകയാണ്. അവർ സൈഡ്സൊക്കെ സിലിക്കൺ വെച്ച് സീൽ ചെയ്യുകയാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
ഞാൻ നല്ല ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് പറഞ്ഞത് നമുക്ക് ഈ മെറ്റീരിയൽ റീയൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഫ്ലാറ്റ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സെയിം മെറ്റീരിയൽ നമുക്ക് പുതിയ ഫ്ലാറ്റിൽ റീയൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ പഴയ ഫ്ലാറ്റിലേക്കൊന്ന് പോയി. അവിടെ സാധനങ്ങളൊക്കെ ഏകദേശം പാക്ക് ചെയ്ത് തീർന്നു. ഞാനൊരു ഈവനിങ് ഷിഫ്റ്റിങ് മതിയെന്ന് അവരത് പറഞ്ഞിരുന്നു. സോ ഇതേ സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. എന്താണ് ഷിഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി പാല് കാച്ചാം.